സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോയിൽ പറയുന്നത് വേടന്റെ കാലം കഴിഞ്ഞു, വേടന്റെ പാട്ടുകൾ കേൾക്കാൻ ആളുകൾ ഇല്ലാതെയായി, വേടനോട് ആളുകൾക്ക് ഒരു ആവർത്തന വിരസതയായി തുടങ്ങി, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് ഓളിയുടെ ഒരു പെണ്ണുപിടിയന്റെ ഒക്കെ പാട്ടുകൾ ഞങ്ങൾ എന്തിനാണ് കേൾക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധം വന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി അവരിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ വേടന്റെ പാട്ടുകൾ ഇനി ഞങ്ങൾ കേൾക്കില്ല, വേടനെ പോലെ ആഭാസൻ ഇനി ഇവിടെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് വേടന്റെ പാട്ടുകൾ കാണാനും വേടന്റെ പരിപാടികൾ കാണാനുമായിട്ട് എങ്ങും പോകാത്തതെന്നാണ് ആ ഒരു ചാനലിൽ അവതാരക പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടികൾ പറയുന്നത്. ആ പെൺകുട്ടി അത് പറയുമ്പോഴും അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ അതിനെപ്പറ്റി കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നതിലും എല്ലാം ഏകദേശമൊക്കെ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പരിപാടി കഴിഞ്ഞു, അടപ്പ് തെറിച്ചു, ഇനി ഇല്ല, ആ ഒരു കഞ്ചാവോളി ഇനി വളർന്നു വരാൻ പാടില്ല, അല്ലെ അങ്ങനെ ആൾ ഇനി വേണ്ട, ഇങ്ങനത്തെ നല്ല പാട്ടുകളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ഇതുപോലെ ആഭാസന്റെ പാട്ടുകൾ കേൾക്കുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചു കാണുന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇവരിത് പറയാൻ കാരണമായതല്ല, ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ കാരണമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വേടന്റെ ഒരു പരിപാടി വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു കാര്യങ്ങളെ വെച്ചിട്ടാണ് അവതാരിക ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് അവർ പറയുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ശരിക്കും ഇവർ പറയുന്നത് പോലെ വേടന്റെ മാർക്കറ്റ് ഇടിഞ്ഞോ, വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു ആഭാസനായിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, ഇനി വേടന് ഒരു ഉയർച്ച ഉണ്ടാവില്ലേ, അണഞ്ഞു പോയോ, ഈ തീ ഇനി കത്തില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മാറി വേടൻ ഇപ്പൊ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു CPM-ന്റെ ഒരു പോറ്റിയെ കയറ്റിയ ഗാനത്തോടു കൂടി ആ ഗാനം എഴുതിയവരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ ട്രെൻഡ് പിടിച്ചുകൊണ്ട് വേടനെ പോലെയുള്ളവരുടെ പാട്ടുകളൊക്കെ ഇപ്പോൾ ആർക്കും വേണ്ടാതായി തോന്നുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ വെച്ച് വേടന്റെ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നു. പരിപാടിയിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വന്നത്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് കമന്റ് ആയിട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നത് ജനങ്ങൾക്ക് ബുദ്ധി വെച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഈ പറയുന്ന കഞ്ചാവ് ഇനി വേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാതി വിവേചനം വേണ്ട, ഇനി നല്ല പാട്ടുകൾ മാത്രം മതി. യഥാർത്ഥത്തിൽ വേടന്റെ മാർക്കറ്റ് ഇടിഞ്ഞു. വേടന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ, എനിക്കൊന്ന് 2017-18 ആ കാലം മുതൽ വേടൻ പാട്ടുകൾ പാടാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്, കമ്പോസ് ചെയ്യാറൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു വലിയ ബൂം വന്നു ഈ പുള്ളിയുടെ ഇതിന്. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയാ, ഒരു വലിയൊരു ബൂം ഉണ്ടാക്കി അവരെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിർത്തി താഴെ ഇടുന്ന പരിപാടി പണ്ട് മുതലേ സോഷ്യൽ മീഡിയയ്ക്കുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് പറയുന്ന ഈ ആദ്യം പറഞ്ഞ കാര്യം, കഞ്ചാവ് മതിയാക്കി എന്നുള്ള ഒരു സാധനം, പുള്ളിക്കെതിരെ ലഹരി ഉപയോഗിച്ചതിന് കേസുണ്ട്, ലഹരി വെച്ചതിന് കേസുണ്ട്. അതെല്ലാം ഈ പറയുന്നത് പോലെ ലഹരി ഉപയോഗിച്ച് പാട്ട് പാടുന്നതും ഒക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അതിനെ എതിർക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത്രയും നാൾ എതിർത്തിരുന്നില്ല, ഇപ്പോഴാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അന്നും ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർത്തിരുന്നു. കാരണം അദ്ദേഹത്തെ അത് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വേടൻ. ആ പെൺകുട്ടി പറയുന്ന വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ല. ആ അവതാരിക ആരോ കൊടുത്ത കാശും മേടിച്ചിട്ട്, എനിക്കൊന്ന് സംഗീപുത്രി ആയിരിക്കണം, അല്ലെ സംഖ്യകളോട് ചായവുള്ള ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ട് പറയാണ് വേടന്റെ ആ ഒരു വാല്യൂ ഇടിഞ്ഞു, ഇനി വേടനില്ല, വേടനെ പോലെ ഒരു കലാകാരനെ ഇനി ആരും അംഗീകരിക്കത്തില്ല, വേടനെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ള. ഇനി മുതൽ വേടൻ ഉണ്ടാവത്തേ ഇല്ല എന്നാണ് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. വെഞ്ഞാറമ്മൂട്ടില് വേടൻ വന്നൊരു പരിപാടിയുടെ വീഡിയോ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അവിടെ ആളുകളില്ല എന്നാണ് ഈ അവതാരിക പറയുന്നത്. ആളുകളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി പിടിച്ച് എയറിലാക്കും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രതീക്ഷിച്ച തരത്തിലുള്ള ആളുകൾ വന്നില്ല. ആളുകളുടെ എണ്ണം നന്നേ കുറവായിരുന്നു എന്നാണ് അവതാരിക പറയുന്നത്. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ആളുകൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ആളുകളെ കാണിക്കുമ്പോൾ ഇതെന്ത് പിന്നെ തേങ്ങയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ കാണില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കളം മാറ്റി പിടിച്ചിട്ട് ആളുകൾ തീരെ കുറവാണ്, പ്രതീക്ഷിച്ച ആളുകളെക്കാൾ തീരെ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ചേച്ചി നിങ്ങൾ വിചാരിച്ചത്, വേടന്റെ മാർക്കറ്റ് ഇടിഞ്ഞു എന്നാണോ? വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഒക്കെ അങ്ങ് തീർന്നു എന്നാണോ? വേടന് കിട്ടേണ്ട ഹൈപ്പ് വേടന് കിട്ടേണ്ട സമയങ്ങളിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേടന് ഹൈപ്പ് കിട്ടിയിട്ടില്ല, വേടന്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് 10 ലക്ഷം പേരിൽ 9 ലക്ഷം പേരെ വന്നുള്ളൂ, 1 ലക്ഷത്തിന്റെ കുറവ് വന്നെന്ന് പറഞ്ഞാലും അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വേടൻ എന്താണോ മുന്നോട്ട് വെക്കുന്നത് ആ വേടന്റെ രാഷ്ട്രീയം ഇവിടെ എല്ലാ ഇടങ്ങളിലും സ്പ്രെഡായി കഴിഞ്ഞു. വേടൻ ശബ്ദിച്ചു തുടങ്ങിയത് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ആ ശബ്ദമില്ലാത്ത ആളുകൾക്ക്, നിശബ്ദരായിരുന്ന ആളുകൾക്ക് ശബ്ദം വെച്ച് തുടങ്ങി. ഇനി മുതൽ വേടന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, വേടന് പാട്ടുകൾ പാടണ്ട. വേടൻ എന്താണോ പ്രതീക്ഷിച്ചത്, വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേടൻ ഒരു കലയുമായിട്ട് മുന്നിലേക്ക് വന്നത് അവന് പണം ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത്. അതായത് ഈ സമൂഹത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഇനി നാളെ ഒരാൾ അനുഭവിക്കാൻ പാടില്ല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജന്മിയുടെ പറമ്പുണ്ട്, അവിടെ എൻ്റെ കൂട്ടുകാരൻ കയറിയതിൻ്റെ പേരിൽ അവനെ ജാതിപ്പേര് വിളിക്കുകയും അവനെ അടിക്കുകയൊക്കെ ചെയ്തൊരു ജന്മിയുണ്ട്. അയാൾക്കെതിരെ ഒരു പാട്ട് പാടാൻ, അല്ല അയാൾക്കെതിരെ അടി ഉണ്ടാക്കാൻ പോകണമെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അടിയൊന്നും ഉണ്ടാക്കേണ്ട, നമുക്ക് മധുരമായിട്ട് പ്രതികരിക്കുക, അല്ലെ മധുര പ്രതികാരം ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് വേടൻ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടും അങ്ങനെയുള്ള അടിമത്തങ്ങൾക്ക്
അനീതികൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും ഒക്കെയാണ് വേടന്റെ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദം ഉയർത്തിയപ്പോൾ അത് കേവലം വേടൻ മാത്രം പാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും നമ്മൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയും മാത്രമല്ല സംഭവിക്കുന്നത്. അതൊരു സൈഡിൽ കൂടി നടക്കുന്നുണ്ടെങ്കിലും ശബ്ദമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സൈഡിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഈ കേരളത്തിലില്ല, അല്ലെങ്കിൽ ഈ സമൂഹത്തിലില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മൾ അനുഭവിക്കാത്ത, നമ്മൾ നേരിട്ട് കാണാത്ത എത്രയോ കൊടൂരമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് കൊലപാതകങ്ങൾ മാത്രമല്ല, അത് പട്ടിണിയുടെ പേരിൽ മരിച്ചു പോകുന്നതും പട്ടിണി പാവങ്ങളെയും അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവരെയും പറ്റിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെയുമാണ്. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ അടിച്ചമർത്തപ്പെടുന്ന ആളുകളെയാണ്. മധു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊന്ന എന്തിനാണ്? കേവലം ഒരു കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടാണോ? അവന്റെ വേഷം അങ്ങനെയായിപ്പോയി, അവന്റെ നിറം അങ്ങനെയായിപ്പോയി, അവന്റെ ജാതി അങ്ങനെയായിപ്പോയി, അവന്റെ മതം അങ്ങനെയായിപ്പോയി, അവന്റെ മണം അങ്ങനെയായിപ്പോയി. അതുകൊണ്ടല്ലേ മധുവിനെ കൊന്നത്? ഇപ്പൊ ഇതാ ബംഗ്ലാദേശ് ഒരു സ്വദേശിയെ തല്ലിക്കൊന്നു. അതും എന്തുകൊണ്ടാണ്? അവന്റെ നിറം, മതം, അവന്റെ ഈ പറയുന്ന ശബ്ദം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അവന്റെ വെൽ സെറ്റിൽഡ് ആയിട്ട് അല്ലെങ്കിൽ അവൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുകയാണ്, ഒരു വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അവനെ ആരെങ്കിലും കൊല്ലുവോ? ഇല്ല. അവന്റെ കള്ളൻ എന്ന് പോലും പറയില്ല, കാരണം അവന്റെ ഡ്രസ്സ് അങ്ങനെയാണ്. ഇത് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വൃത്തികേടുകളാണ്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്കെതിരെയാണ് വേടൻ ശബ്ദം ഉയർത്തിയത്. അപ്പൊ അത് വേടൻ ശബ്ദം ഉയർത്തിയതിനു ശേഷം നമ്മൾ എല്ലാവരും കണ്ടത് ഒരു വലിയ മാറ്റങ്ങളായിരുന്നു അല്ലേ? കേരളത്തിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു. പിന്നീട് അതിനുശേഷം ഒരുപാട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, എനിക്ക് അങ്ങനെ പറയുന്ന ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അങ്ങനെ വിളിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ളവർ അങ്ങനെയാണല്ലോ അവരെ വിളിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക്, ശബ്ദമില്ലാത്ത ആളുകൾക്ക്, ഞാൻ അങ്ങനെ പറയുന്നത്, ശബ്ദമില്ലാതെ ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ പേടിച്ചിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവരൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ധൈര്യമായിട്ട് വന്നു. അവർക്ക് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ആ ധൈര്യം പകർന്നു കൊടുത്തത് വേടനാണ്. ആ വേടന്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അത് നടപ്പിലായതും അങ്ങനെ തന്നെയാണ്. എന്താണോ വേടൻ ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണോ വേടൻ ശബ്ദം ഉയർത്തിയത്, അത് തന്നെ വേടനെ കൊണ്ട് അത് സാധ്യമാക്കാൻ സാധിച്ചു. പിന്നെ വേടന്റെ പരിപാടി കാണാൻ ആളുകൾ വന്നില്ല, പിന്നെ ആർക്കാണ് ചേച്ചി പ്രശ്നം? വേടന് കിട്ടാനുള്ള പൈസ വേടന് കിട്ടും. വേടൻ പരിപാടി ചെയ്യുമ്പോൾ വേടൻ എത്ര രൂപയാണോ പറഞ്ഞിട്ടുള്ളത്, ആ ക്യാഷ് വേടന് കിട്ടും. ഇനി അത് കിട്ടിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിഷമം. ഒന്നുമല്ല, വേടന്റെ പരിപാടി കാണാൻ ആളുകളില്ല എന്നിങ്ങനെ പറഞ്ഞു പരത്തി വേടന്റെ ആ ഒരു വാല്യൂ അങ്ങ് കളയണം. അതിന് ആ കൂടിയിരിക്കുന്ന ആൾ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, വേടൻ പാടിയാലും പാടിയില്ലെങ്കിലും, അല്ലെങ്കിൽ വേടന്റെ പരിപാടി കാണാൻ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും, വേടൻ എന്താണോ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ വേടനെ എന്നും അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. നമുക്ക് ബാക്കി കേട്ടു നോക്കാം. വേടനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ ഈ പറയുന്ന പോലെ ഈ ബുൾജെറ്റിനെ ആരാധിക്കുന്നവരില്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പക്ഷമാണ്. പക്ഷെ വേടൻ പറയുന്ന ജാതി വിവേചനം എന്ന് പറയുന്ന സാധനം, ആ ടോപ്പിക്കിനെ പറ്റി പാട്ടുകൾ എഴുതുന്നത്, പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്, പാടുന്നത്, അത് ഒരു കാലത്ത് നിൽക്കുന്ന കാര്യമല്ല. ഇപ്പോൾ വേടന്റെ ശബ്ദം നിലച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവൻ ജാതി പറഞ്ഞവനല്ലോ, മാറി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ലഹരി ഉപയോഗം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഇതെല്ലാം നമ്മൾ തടഞ്ഞു നിർത്തുന്നതിന്റെ ഭാഗമായി തന്നെ ഈ പറയുന്ന വലിയ ഹൈപ്പ് കുറയുന്നത് തന്നെയാണ് നല്ലത്. അല്ല, വേടൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി വന്ന, കേരളത്തിൽ ഇത്രത്തോളം ക്രൗഡ് പുള്ളറായിട്ട് മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ വേടനപ്പുറം വെക്കാൻ ഒരാളില്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. എനിക്ക് തോന്നുന്നു 1-2 വർഷം നമുക്ക് കണക്കാക്കാം. പലയിടങ്ങളിലും ലോകത്ത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വേടന്റെ പരിപാടി കാണാൻ ആളുകൾ ഉണ്ടാവുമെന്നും, ഭാഷാ ഭേദമന്യേ പലരും കാണാൻ വന്നിരുന്നു. ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മതമൊക്കെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ വേടന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഈ 10-15 വയസ്സുള്ള കുട്ടികൾ എന്ത് മതം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ത് ജാതി അറിഞ്ഞിട്ടാണ് ഇവരെന്നിട്ടും ആ പാട്ടിനെ അത്രത്തോളം കൂടെ ചേർത്തുകൊണ്ട് അവർ വെറുതെ നടക്കുമ്പോൾ പോലും ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ആ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള പേര് മാറിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പരിപാടിക്കാണെങ്കിൽ പോലും വേടൻ വരുന്നത് കൊണ്ട് തന്നെ 10,000-ങ്ങളോളം ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു. നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരുന്നു. 1000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു ഗ്രൗണ്ട് തന്നെ വാഹന പാർക്ക്. പക്ഷേ 100-ൽ താഴെ വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1000-ൽ താഴെ ആളുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വേടന്റെ പരിപാടികൾ കണ്ടതിൽ വെച്ചിട്ട് ഇത്രത്തോളം വാക്വം ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഇല്ലാത്ത ഒരു സ്ഥലം കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഡബ്സിയൊക്കെ ഉണ്ടായ ഒരു സമയത്ത് ഡബ്സിയൊക്കെ വലിയ ഒരു റാപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ വലിയൊരു എന്താ പറയാ വലിയ പേര് തന്നെയായിരുന്നു, വലിയ പ്രശസ്തിയായിരുന്നു. പക്ഷേ അതിനുശേഷം ആ ഒരു കാലം കഴിഞ്ഞു, അടുത്ത ആൾ വന്നു, അത് കഴിഞ്ഞു, അടുത്ത ആൾ. ഇപ്പൊ വേടൻ വന്നു, വേടന്റെ ഒരു കാലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ആവർത്തന വിരസതയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുതിയ പാട്ടുകൾ വേടൻ ഇറക്കിയാൽ ഇനിയും ഇതുപോലുള്ള ഫാൻ ബേസ് പിന്നെയും പൊട്ടി വരുമായിരിക്കാം. അല്ല, വേടന്റേതായി പിന്നീട് ഇറങ്ങുന്ന പാട്ടുകളുടെയൊക്കെ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകളുണ്ട്. ഞാൻ അതിൽ കണ്ടൊരു കമന്റാണ്, നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രോഗ്രാം കണ്ട ആളാണ് ഞാൻ. നാടൊട്ടാകെ വെറുതെ നടന്ന് ഗാനമേള അവതരിപ്പിക്കുന്നത് പോലെയല്ല വേടന്റെ പ്രോഗ്രാം. 2000 രൂപ കൊടുത്താണ് ഞാൻ കയറി കണ്ടത്. 2000 രൂപ ടിക്കറ്റ് വെച്ചാൽ ഈ നാട്ടിൽ ഒരുത്തനും ഒരു പ്രോഗ്രാമും കാണാൻ പോവില്ല. എന്നിട്ടും വേടന്റെ പ്രോഗ്രാമിൽ തിരക്കുകൾ ധാരാളം കണ്ടു. വേടൻ ഒരു രാഷ്ട്രീയമാണ് ഉയർത്തുന്നത്. അത് ഉയർത്തുന്ന കാലത്തോളം കാണാൻ ആളുകളും ഉണ്ടാകും. അത് ആദ്യം തിരിച്ചറിയുക. ഇതിൽ വേറൊരു കമന്റാണ്, മോള് പോയി കസേര എണ്ണിയായിരുന്നു അല്ലയോ? പിന്നെ അതിനെക്കുറിച്ച് ചർച്ച എന്ന് തന്നെ അയാൾക്കൊരു മാർക്കറ്റ് ഉണ്ടായതുകൊണ്ടല്ലേ? ഇനിയും വരും മാറാത്ത വരികൾ.
കാട്ടുമരത്തിൻ മേനോൻ മനമുറിഞ്ഞു വരി. മുത്തങ്ങയിലെ ആദിവാസികളെ അവരുടെ സ്ഥലത്ത് നിന്നും തല്ലി ഓടിച്ച് അന്ന് കയറ്റം നടത്തിയപ്പോൾ, പോലീസ് ക്രൂരമായി അടിച്ചമർത്തൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന അന്ന് മോൾ ജനിച്ചു കാണത്തില്ല, അല്ലാതെ കുറിച്ച് ചിന്തിച്ചു കാണത്തില്ല. ഒരു വരി കേട്ടപ്പോൾ ആദിവാസി അല്ലാത്ത എനിക്ക് പോലും ആ പാട്ടിന്റെ വരിയുടെ അർത്ഥവും വേദനയും ഒന്നും മറക്കാൻ കഴിയില്ല. ജാതി പിശാചുക്കളുടെ ഇടയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ, നല്ല പൊതുസമൂഹമായി ഇടപഴകി ജീവിക്കുമ്പോൾ തുറന്ന കണ്ണിലും തുറന്ന കാതിലും കേൾക്കാം ജാതി വെറിയും ചിന്തകളും ഈ സമൂഹത്തെക്കുറിച്ച്. അത് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ജനിക്കുന്ന കുഞ്ഞിന് ജാതി വാൽ ചേർത്ത് പേരിടുന്ന സമൂഹം ഇപ്പോഴും മാറിയിട്ടില്ല. ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ആ ഒരു കമന്റ്. ആ കമന്റിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. എന്നാലും ആ കമന്റിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും ജാതി പേരുകൾ അല്ലെ പേരിനൊപ്പം ജാതിയുടെ വാലുകൾ ചേർക്കുന്ന ആളുകളുടെ സമൂഹത്തിൽ വേടന്റെ റിലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആൾ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ജാതി കോമരങ്ങൾക്കെതിരെയാണ് വേടൻ സംസാരിച്ചിട്ടുള്ളത്, അല്ലെ ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ ഉയർത്തുമ്പോൾ ആ വേടന്റെ പരിപാടി കാണാൻ 10 പേര് വന്നാലും കുഴപ്പമൊന്നുമില്ല ചേച്ചി. വേടൻ പരിപാടി കാണാൻ എത്ര പേര് വരുന്നു എന്നല്ല നോക്കുന്നത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വേടൻ എന്തിനു വേണ്ടിയാണ് റാപ്പ് ഉപയോഗിക്കുന്നത്? ആ ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്ത്. ആ ഒരൊറ്റ ചോദ്യത്തിൽ എല്ലാത്തിനുള്ള ഉത്തരവുണ്ട്. വേടൻ തന്നെ മുൻപ് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും. അതായത്, ഞാൻ ഈ റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപമായിട്ട് വരാനുണ്ടായ കാരണം, എനിക്കുണ്ടാവുന്ന വിഷമങ്ങൾ, അല്ലെ ഞാനടക്കം എൻ്റെ സമൂഹത്തിൽ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അടിച്ചമർത്തലുകൾ അനുഭവിക്കുമ്പോൾ എനിക്കത് പറയാനായിട്ട് ഒരു വട്ടമേശ സമ്മേളനം കൂടി എനിക്ക് വേണമെങ്കിൽ എല്ലാവരോടും പറയാം. എന്നാൽ അത് അവിടെ നിൽക്കും. അതായത് ഈ വണ്ടിക്കകത്തിരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ നിൽക്കും. എന്നാൽ അത് പുറത്തേക്ക് പോകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അത് ഞാൻ അവരിലേക്ക് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. അതെങ്ങനെയാണ് പറ്റുക? അത് ഞാൻ അതിനൊരു പാട്ട് രൂപത്തിലാക്കണം. അങ്ങനെ ആക്കുവാണെങ്കിൽ എന്താ ചെയ്യുക? അത് എല്ലാ ഇടങ്ങളിലും, അത് വേടന്റെ ആ ഒരു തൃശ്ശൂരോ അല്ലെങ്കിൽ വേടൻ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഒന്നും മാത്രമല്ല സ്പ്രെഡ് ആവുന്നത്. വേടൻ എവിടെയൊക്കെ പരിപാടിക്ക് പോകുന്നു അവിടെയെല്ലാം ഈ ജാതി കോമരങ്ങൾക്കെതിരെ, അല്ലെ ജാതി പൂച്ചകൾക്കെതിരെ വേടൻ, അല്ലെ ജാതി പൂച്ചകൾക്ക് മണി കെട്ടാൻ തന്നെ വേടൻ ശ്രമിക്കും എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് വേടൻ റാപ്പ് കണ്ടുപിടിച്ചത് കേട്ടോ. അതിനുവേണ്ടിയാണ് റാപ്പ് എന്ന് പറയുന്ന കലാരൂപമായിട്ട് വന്നതും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ വേടന്റെ പരിപാടി കാണാൻ ആളുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകുന്ന ചേച്ചിമാരുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എന്തൊരു കഷ്ടമാണ്. വേടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. അയാള് കഞ്ചാവ് ഉപയോഗിക്കാത്ത ആരുമില്ല എന്ന് നിങ്ങളിവിടെ പറയരുത്. റയറസ്റ്റ് കേസാണ് നിങ്ങൾ പറയരുത്. പെണ്ണ് പിടിക്കാത്ത ആരുമില്ലെന്ന് നിങ്ങൾ പറയരുത്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. വലിയ നടനായിട്ടുള്ള മോഹൻലാൽ ചെയ്യുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ലാത്തത്? മോഹൻലാൽ വലിയ ആളാണ് അല്ലേ, വലിയ നടനും വലിയ ആളുമാണ്, പണമൊക്കെ ഉണ്ട്. എന്നാൽ വേടൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനാണ്, പണമുണ്ട്, ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനാണ്. വേടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേടൻ വലിയ കാറ് മേടിച്ച് വലിയ വീട് വെച്ച് വലിയ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനാണോ? ആ ഒരു കാര്യം ആ ഒരു പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടും എന്നാണ് വേടൻ പറഞ്ഞത്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു ചിന്താഗതി തന്നെയാണ് ഈ പറയുന്ന ആളുകളുടെ മുൻപിലും, അല്ലെ ഈ പറയുന്ന ആളുകളുടെ മനസ്സിലും ഉദിച്ചു നിൽക്കുന്നത്. ഇനി വേടന്റെ പരിപാടി കാണാൻ 10 പേരെ വന്നുള്ളെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 10 വേണ്ട 5 പേരെ വന്നുള്ളെങ്കിലും വേടന്റെ രാഷ്ട്രീയം എവിടെയാണോ കൊള്ളേണ്ടത്, എവിടെയാണോ കൊള്ളണമെന്ന് വേടൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. അത് ഫലം കണ്ടിട്ടുമുണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട്, അത് തന്നെയാണ് വേടന്റെ വിജയവും. വേടന്റെ പാട്ട് വിജയിക്കുന്നതിനേക്കാൾ അപ്പുറം വേടന്റെ രാഷ്ട്രീയം, വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, ഇത് രണ്ടും വിജയിച്ചിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുള്ള ജനങ്ങൾ, അത് നിങ്ങളൊന്നും ആയിരിക്കത്തില്ല, എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവരായിരിക്കത്തില്ല അത് മനസ്സിലായിട്ടുള്ള ജനങ്ങൾ. അത് മനസ്സിലായിട്ടുള്ളവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിച്ചമർത്തലിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പണത്തിന്റെ പേരിലോ ഏതുമായിക്കോട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിച്ചമർത്തലുകൾ ഏൽക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് വേടൻ എന്തിനു പാടി, വേടൻ എന്തിനു വേണ്ടി പാടുന്നു, വേടന്റെ പാട്ട് കാണാൻ ആരൊക്കെ വരുന്നു, അല്ലെങ്കിൽ വേടന്റെ പാട്ട് കാണാൻ എന്തുകൊണ്ട് ആൾ കുറയുന്നു, എന്തുകൊണ്ട് ആൾ കൂടുന്നു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ഈ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വീണിട്ടുള്ള ആളുകൾക്കും സ്വർണ്ണക്കരണ്ടിയിൽ മാത്രം ജീവിക്കുന്ന, അല്ലെ സ്വർണ്ണക്കരണ്ടി വെച്ചുകൊണ്ട് പണിയെടുക്കുന്ന ആളുകൾക്കും ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇവിടെ വേടന്റെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇനിയും അത് എത്ര നാളുണ്ടോ അത്രയും നാൾ അതുണ്ടാവും. അത് കാണാനും ഒരുപാട് ആളുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.